എന്നോട് ഈ ചതി ചെയ്ത് നിനക്ക് ഒരിക്കലും ഗുണം പിടിക്കൂലടി. മക്കളെ പറ്റി അങ്ങനെ പറയല്ല അമീന. ഞാൻ പിന്നെ എങ്ങനെ പറയാനാ നാരായണി അടുത്ത്? എന്നോട് ഒളിച്ചത് ചെയ്തില്ലേ? ആമീൻ ഞങ്ങൾ വെള്ളം കുടിക്ക്. എനിക്ക് വേണ്ട മോളെ റീജ, എനിക്കിതൊന്നും ഇറങ്ങൂല. എടാ ഇവിടെ ഏതോ തേങ്ങ നിങ്ങൾ എടുത്താലോ? അല്ല ഇവിടെ വരുമ്പോ എടുക്കല്ലേ വേണ്ട, ആരെ എടുത്താൻ കൊണ്ടുപോകും എടുക്കട്ടെ. എന്താടേ എന്താ അവിടെ പറ്റിയേ? ആമീൻ ചാന്റെ മോള് സൽമ ഒരുത്തൻ്റെ വിളിച്ചോടിപ്പോയി. എനിക്ക് അതിലൊരു അതിശയമില്ല. ഓളെ സ്വഭാവം വെച്ചോളെ എത്രയോ നേരത്തെ വിളിച്ചോടി പോകേണ്ടതാ. എന്താ പാത്തുത്ത, എന്താ അവിടെ പ്രശ്നം? ഇവിടുത്തെ സെൽമല്ലേടെ ഏതോ ഒരുത്തന്റെ ഇപ്പറ ഒളിച്ചോടി പോയിക്ക്. എന്തായാലും ഓളെ ഒരു കുളിമ. ഓന്റെ അമ്മേ പാത്തൂത്താ നിനക്ക് നാവടക്കി നിൽക്കുന്നതായിട്ടോ നല്ലേ. ഇങ്ങിന്റെ നാവ് അടുപ്പിക്കാൻ നോക്കണ്ട. ഇനി ഓളെപ്പരം കൊറേ ഒലിപ്പിച്ച് നടന്നല്ലേ. ആമിന, പെൺകുട്ടികളെ മര്യാദക്ക് പോറ്റണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കാണ്ടി വരും. എന്റെ പൊന്ന് പാത്തൂത്താ, നിങ്ങളെ നാവ് ഒന്നുകൂടി ഒന്ന് അടക്കി വെക്കുവോ? ആ സൽമാൻ അറിഞ്ഞോളെ നാവ് ഇത്ര നീളമുണ്ട്. അവളെ കൊണ്ടുപോയവന്റെ ഒരു അവസ്ഥ. പാത്തൂത്ത നിങ്ങളൊന്നും മിണ്ടാണ്ട് നിക്ക്. ഇതേ ഓളെ മോളെ കൊണ്ടുപോകാൻ ഉമ്മ ഉണ്ടെങ്കിൽ വേഗം ഓളോട് പോയി തൂങ്ങിച്ചാൻ പറ. അയറ്റാ മുതലിനെയാ കൊണ്ടുപോയത്. എന്നാ നിങ്ങൾ പോയി തൂങ്ങിച്ചാത്തോ. നിങ്ങളെ മോൻ്റെ എവിടുത്തെ സൽമ വിളിച്ചോടി പോയി. പൂവിന്റെ പടച്ചോനെ. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അത്രക്കും ലക്ഷണം കെട്ടോളാ അവള്. കേറി ചെല്ലുന്ന പെരയില് ഓള് ഒരു സൗകര്യം കൊടുക്കൂല. എന്റെ പൊന്നു പാത്തുമ്മ, ഇനി മുതൽ കഴിയേണ്ടത് ഇഞ്ഞല്ല അവളെ കൂടെ. അതില് ഞമ്മക്ക് പെരുത്ത് സന്തോഷമുള്ളൂ. ഇതാണ് ആമീൻ ചാ പറയുന്നത്. ആരാൻ നമുക്ക് ഭ്രാന്തായ കാണാൻ നല്ല ചേലാമീന്. ഇപ്പൊ എങ്ങനെയുണ്ട്?